പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. അന്തർധാര സജീവമാക്കിയ താത്വിക അവലോകനം. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രിയല്ല. മലയാളി ഒരിക്കലും മറക്കാത്ത ആക്ഷേപഹാസ്യ ചാട്ടുളി. ശ്രീനിവാസൻ മലയാള സിനിമയുടെ VK എന്ന വിഗ്രഹപഞ്ചകനും. അറിയാം ഇന്റർവ്യൂ. മലയാള സിനിമയിലെ VK എന്നും ബെർണാഡ് ഷാ എന്നും അന്തരിച്ച നടനും എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീനിവാസനെ ഒറ്റവാക്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആക്ഷേപഹാസ്യത്തിന്റെ അങ്ങേത്തലയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. ശരിക്കും ഒരു വിഗ്രഹഭഞ്ജകൻ. മലയാളിയുടെ വെള്ളിത്തിരയിലെ കാവട്യങ്ങളെ നർമ്മം കൊണ്ട് കീറിമുറിച്ച വിപ്ലവകാരി വിടവാങ്ങുകയാണ്. കേവലം ഒരു നടനായല്ല, മറിച്ച് തന്റെ ജീവിതാനുഭവങ്ങളുടെ കയ്പും മധുരവും മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത തിരക്കഥാകൃത്തായും സംവിധായകനുമായാണ് ശ്രീനിവാസൻ വിരാജിച്ചത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടും വിഗ്രഹഭഞ്ജകനായി മാറിയ ശ്രീനിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. മുൻ മുഖ്യമന്ത്രി നായനാരുടെ അതേ റോളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നവരുണ്ട്. നായനാർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. അതുപോലെ ശ്രീനിവാസനും ആരെ വിമർശിക്കാൻ കഴിയും. മമ്മൂട്ടിക്ക് പോലും ശ്രീനിവാസന്റെ വിമർശനങ്ങളിൽ പരിഭവം ഉണ്ടായിരുന്നില്ല. അഴകിയ രാവണനിലെ കഥാപാത്രത്തിന് മമ്മൂട്ടിയുമായി സാമ്യമുണ്ടെന്നൊക്കെ ശ്രീനിവാസൻ ഒരിക്കൽ തുറന്നടിച്ചിരുന്നു. അതുപോലെ രാഷ്ട്രീയ അസംബന്ധങ്ങളെയും അദ്ദേഹം നിരന്തരം വിചാരണ ചെയ്തു. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് 3.5 പതിറ്റാണ്ട് മുമ്പ് ശ്രീനിവാസൻ സ്വദേശം സിനിമയിൽ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ചർച്ചയായി. ഈയിടെ സത്യനന്ദിക്കാട് പറഞ്ഞു, ഇനി എത്ര കാലമെടുത്താലും ഈ ചിത്രത്തിന്റെ പ്രസക്തി നിലനിൽക്കുമെന്ന്. സ്വദേശത്തിന് ഇത് മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണെന്ന് പറയുന്ന സംഭാഷണവും ഇന്നും രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള കോപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. 91 സന്ദേശം സിനിമ എഴുതുമ്പോൾ തന്നെ ശ്രീനിവാസൻ സത്യനന്ദിക്കാടിനോട് പറഞ്ഞിരുന്നു, ഇതിൽ എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടാവുന്ന ഒരുപാട് ഡയലോഗ് ഉണ്ടാകുമെന്ന്. 1991 സാമ്പത്തിക ഉദാരീകരണത്തിനും കമ്മ്യൂണിസ്റ്റ് ചേരിയുടെ തകർച്ചയ്ക്കും ശേഷം ഇറങ്ങിയ സന്ദേശം പ്രബുദ്ധനെന്ന് മേൽനടിക്കുന്ന മലയാളിയുടെ ചില വ്യാജബോധങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു. കുത്തക മുതലാളി എന്നോർത്ത് ഞെട്ടിവിറയ്ക്കുന്ന പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന കമ്മ്യൂണിസ്റ്റ് അക്കാലത്തിന്റെ നേർ ചിത്രീകരണമായിരുന്നു. ലോകത്താദ്യമായി കമ്മ്യൂണിസത്തിൽ നിന്ന് മോചനമുണ്ടായ രാജ്യമാണ് പോളണ്ട്. ആ തകർച്ചയെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രഭാകരൻ കോട്ടപ്പള്ളി പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന് പറയുന്നത്. ചിത്രത്തിൽ നമ്മൾ എങ്ങനെ തോറ്റു എന്നതിന് താത്വികമായ അവലോകനം നടത്തുന്ന പാർട്ടി താത്വികാചാര്യൻ കുമാരപിള്ള സാറിന്റെ അന്തർധാരയും ഏറെ ചർച്ചയായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അത് ട്രോളായി മാറി. അപ്പുറത്ത് സഹോദരൻ ജയറാമിന്റെ കഥാപാത്രത്തിലൂടെ കോൺഗ്രസിനിട്ടും നന്നായി കൊട്ടുകൊടുക്കുന്നുണ്ട് അദ്ദേഹം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രഭാകരൻ കോട്ടപ്പള്ളി എന്നത് സാമ്പത്തിക അന്ധവിശ്വാസങ്ങളുടെ തടവറയിലായിരുന്ന ഒരു ശരാശരി മലയാളി തന്നെയെന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട്. എന്തിലും ഏതിലും രാഷ്ട്രീയം കൂട്ടിക്കലർത്തി ഗാഡ് കരാറിൽ ഒപ്പിട്ടതിന്റെ പേരിൽ രാജ്യം തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന ആ മനുഷ്യൻ അക്കാലത്തെ യുവത തന്നെയായിരുന്നു. ഇതുമായി സാമ്യമുള്ള മറ്റൊരു കഥാപാത്രത്തെ ശ്രീനിവാസൻ പിന്നീട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥയിലെ ക്യൂബ മുകുന്ദൻ. കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളിൽ വിശ്വസിച്ച് ചൈനയെ പ്രണയിക്കുന്നു. കൊക്കക്കോള കുടിക്കാത്ത മുകുന്ദൻ ഒടുവിൽ ഗൾഫ് രാജ്യത്തിലെത്തി. പാർട്ടിയായാൽ തന്നെ വഞ്ചിക്കപ്പെടുന്ന കഥയും മലയാളികൾക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലെത്തുന്നത്. പതുക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം വളർന്നു. പ്രിയദർശന്റെ ഓർഡർ ദ മാവ ആളറിയാം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ അദ്ദേഹത്തിന് തിരക്കഥയില്ലാത്തതിനാൽ ആ പണി കൂടി ചെയ്യേണ്ടി വന്നു. അങ്ങനെ കഥ, തിരക്കഥ, സംഭാഷണം, ഡബ്ബിംഗ്, അഭിനയം തുടങ്ങി മലയാള സിനിമയുടെ മിക്ക മേഖലയിലും കൈവയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം കത്തിക്കയറി. മലയാള സിനിമയിൽ പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായി മമ്മൂട്ടിയും മോഹൻലാലും കത്തി നിൽക്കുന്ന സമയത്താണ് വേറെ ഒരു ട്രാക്ക് പിടിച്ച് ശ്രീനിവാസൻ നടനെന്ന നിലയിൽ കയറി വരുന്നത്. കറുത്തു കുറുകിയ ഒരു മനുഷ്യൻ നായകനാവുക എന്നത് അന്ന് ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഞാനത്ര സുന്ദരനല്ല എന്ന് പല ശ്രീനിവാസൻ കഥാപാത്രങ്ങളും തുറന്നു പറഞ്ഞു. തന്റെ കറുപ്പും ഉയരക്കുറവുമെല്ലാം സ്വയം ട്രോളി. പക്ഷെ കൂടെ അഭിനയിച്ച നടി ഉർവശി പറയുന്നത് താൻ പരിചയപ്പെട്ടുള്ളതിൽ ഏറ്റവും സുന്ദരനായ മനുഷ്യനാണ് ശ്രീനിവാസൻ എന്നാണ്. ഒരു ഭാഗത്ത് താര സിനിമകൾ ഇറങ്ങുമ്പോഴും ശ്രീനിവാസന്റെ ചെറിയ സിനിമകൾക്കായി മലയാളി കാത്തിരുന്നു. ഒരു നടനെന്ന നിലയിൽ ശ്രീനിവാസന്റെ റേഞ്ച് കാട്ടിത്തന്ന ചിത്രങ്ങളായിരുന്നു പ്രിയദർശന്റെ തേന്മാവിൻ കൊമ്പത്തും അദ്ദേഹത്തിന്റെ വടക്കുനോക്കി യന്ത്രവുമല്ല. ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയുന്ന തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാളയും ഒരു നിത്യഹരിത നായകനാണ്. മോഹൻലാൽ ശ്രീനിവാസൻ കോംബോയിൽ ഇറങ്ങിയ ചിത്രങ്ങളും നാടോടിക്കാറ്റ് സീരീസും എത്രയോ വർഷം കഴിഞ്ഞിട്ട് മലയാളികൾ ഇപ്പോഴും ആസ്വദിക്കുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലൊക്കെ കോട്ടപ്പള്ളി സുലൈമാനെ വിറപ്പിച്ച SI രാജേന്ദ്രന്റെ അഭിനയം ഇന്നും നമ്മെ ഊറിച്ചിരിപ്പിക്കും. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, KG ജോർജിന്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ്നാടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്.
കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്നും മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസൻ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമാകണം. മദ്രാസിൽ രജനീകാന്തായിരുന്നു സഹപാഠി. പിന്നീട് പ്രിയദർശനും ലാലും സുരേഷ് കുമാറും ഒക്കെ ശ്രീനിയുടെ സുഹൃത്തുക്കളായി. അഭിനയിക്കാൻ ചെന്ന മെലിഞ്ഞ പയ്യനെ എല്ലാവരും കളിയാക്കി. പക്ഷേ എഴുത്തിന്റെ ലോകത്തും അഭിനയത്തിലും താൻ ഒരു പുലിയാണെന്ന് അദ്ദേഹം പിന്നീട് തെളിയിച്ചു. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് ഇല്ലായിരുന്നെങ്കിൽ മോഹൻലാൽ എന്ന നടന്റെ കരിയർ ഇത്രത്തോളം തിളങ്ങുമായിരുന്നു എന്നതുപോലും സംശയമാണ്. ദാസനായും വിജയനായും അവർ തകർത്താടിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ഹിറ്റുകളാണ്. വരവേൽപ്പ് എന്ന സിനിമയിലൂടെ ശ്രീനിവാസൻ ഒരു സാധാരണ ബസ് ഉടമയെ എങ്ങനെ മലയാളികൾ ബൂർഷിയാക്കുന്നു എന്ന് കൃത്യമായി ചിത്രീകരിച്ചു. നാട്ടിലൊരു ചെറിയ വ്യവസായം തുടങ്ങി 10 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മലയാളിയെ ഈ സമൂഹം എങ്ങനെ കുത്തുപാളയെടുപ്പിക്കുന്നു എന്നത് ആ ചിത്രം വ്യക്തമാക്കുന്നു. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി കേരളത്തിലെത്തിയപ്പോൾ ഉദ്ധരിച്ച കഥകളിൽ നിന്നും ഇതുതന്നെ. സംശയരോഗവും അപകർഷതാബോധവുമുള്ള തളത്തിൽ ദിനേശൻ എന്ന വടക്കുനോക്കിയന്ത്രത്തിലെ നായകനെ നാം ഒരുപാടെടുത്ത് കണ്ടിരിക്കണം. നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും പോലും ഏഴാംകുലികളുടെ കണ്ണീരിൽ ചാലിച്ച നർമ്മം 80കളുടെ മലയാള ജീവിതം കൂടിയായിരുന്നു അത്. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ലെന്ന നാടോടിക്കാറ്റിലെ സംഭാഷണം ഇന്നും ബ്ലാക്ക് ഹ്യൂമറിൽ നമ്പർ 1 ആണ്. ചിന്താവിഷയ ശ്യാമളയിലൂടെ ഇന്ത്യനും അഡിക്റ്റായി പോകുന്ന ഒരാളുടെ മനസ്സാണ് ശ്രീനി ചിത്രീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മലയാളി മനസ്സിന്റെ കണ്ണാടിയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ. സ്വന്തം തട്ടകമായ സിനിമയിലെ പുഴുക്കുത്തുകളെയും ശ്രീനിയുടെ തൂലിക വെറുതെ വിട്ടില്ല. ഉദയനാണ് താരം പോലെ താരാധിപത്യത്തെ വിമർശിക്കാനുള്ള ഒരു പടം എഴുതാൻ ഇന്നും ആർക്കും ധൈര്യമുണ്ടാവില്ല. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന ഡയലോഗൊക്കെ ശരിക്കും ലക്ഷ്യഭേദിയായിരുന്നു. പക്ഷേ അതിന് തുടർച്ചയായി ഇറങ്ങിയ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന ചിത്രം വെറും വ്യക്തിഹത്യയിലേക്ക് താണുപോയി. ശ്രീനിവാസന് പിഴച്ചുപോയ അപൂർവമിടങ്ങളിൽ ഒന്നായിരുന്നു അത്. മോഹൻലാലിനെ കളിയാക്കുന്നു എന്ന പേരിൽ ഈ ചിത്രം വിമർശിക്കപ്പെട്ടപ്പോൾ അത് മമ്മൂട്ടിയെക്കുറിച്ചാണെന്ന് തുറന്നു പറയാൻ ശ്രീനിവാസനെ ധൈര്യം കാണുകയുള്ളൂ. ഈ സിനിമയുടെ പേരിൽ മോഹൻലാലുമായി ഇടഞ്ഞ ശ്രീനി ഈ അടുത്ത കാലത്താണ് അദ്ദേഹവുമായി രമ്യതയിലെത്തിയത്. ഞാൻ വേണ്ട എന്ന് വെച്ച 500 സിനിമകളാണ് എൻ്റെ പ്രധാന സംഭാവന എന്ന് പറയാൻ ശ്രീനിവാസന് മാത്രമേ കഴിയൂ. പണത്തിൻ്റെയും കമ്മിറ്റ്മെന്റിന്റെയും പേരിൽ തുടരെ വളിപ്പ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് ശ്രീനിവാസൻ അസുഖബാധിതനായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ഏറെക്കാലമായി സിനിമയിൽ ശ്രീനിവാസൻ സജീവമല്ല. പലതവണ മരണം മുന്നിൽ കണ്ട് തിരിച്ചു വന്നിട്ടുള്ള ആളാണ് താനെന്നും ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയ്ക്ക് സിനിമയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ലെന്ന അവസ്ഥയിലാണ് സംവിധാനം വിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സംവിധാനം വിട്ടത് ഇതുകൊണ്ട് തന്നെ, ഞാൻ ഒറ്റയ്ക്ക് സിനിമയുടെ കഥ ആലോചിച്ച് എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് എഡിറ്റ് ചെയ്ത് പരസ്യവാചകം എഴുതി പടം തിയേറ്ററിൽ എത്തിക്കുന്നത് വരെയുള്ള പണി ഒറ്റയൊരുത്തം ചെയ്യണം. എനിക്കത് പറ്റില്ലെന്ന് തോന്നി, അത്രയും പണിയെടുക്കാൻ വയ്യ എന്ന് പലരും സിനിമാ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എപ്പോഴെങ്കിലും ചെയ്തേക്കാമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സ്ഥിരമായി സംവിധായകന്റെ മേലങ്കിയണി നടക്കാൻ ഞാൻ ഉണ്ടാവില്ല, ഉറപ്പാണെന്നും ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. വടക്കുനോക്കിയന്ത്രം സംവിധാനം ചെയ്യാൻ പറ്റാതിരുന്നതിന് സത്യനന്ദിക്കാടിന് വിഷമമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ശ്രീനിവാസൻ മറുപടി പറഞ്ഞത്. ഞാൻ സംവിധാനം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ചെയ്തത്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായിരുന്നു അത്. ഇതിന്റെ അവസാനഘട്ട ചർച്ചകളൊക്കെ നടത്തിയത് പ്രിയദർശനുമായിട്ടാണെന്നും ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയനുമായിട്ട് നല്ല അടുപ്പമാണ്. പ്രിയനും കുറച്ചു പേരുമൊക്കെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളൂ. പ്രിയൻ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പല സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ്. ചന്ദ്രലേഖയാണ് ഉദാഹരണം. അതിൻ്റെ കഥയെക്കുറിച്ചുള്ള ഞാൻ പറയുന്നതിൽ കുറച്ച് സീനുകളുണ്ട്. മറ്റു സംവിധായകർ ചെയ്യാൻ ഭയപ്പെടുന്ന സീനുകൾ ചന്ദ്രലേഖയിലുണ്ട്. ഉദാഹരണത്തിന് തൻ്റെ കഥാപാത്രവും മോഹൻലാലിൻ്റെ കഥാപാത്രവുമുണ്ട്. മറ്റുള്ളവർ ഈ 2 കഥാപാത്രങ്ങളെയും 2 അർത്ഥത്തിലാണ് സിനിമയിൽ കാണുന്നത്. അതിലെനിക്ക് പ്രിയനോട് വലിയ ബഹുമാനം തോന്നിയിട്ടുണ്ടെന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. അസുഖം വന്ന ശബ്ദം തകരാറിലായിട്ടും അദ്ദേഹം നർമ്മത്തിന്റെ ലോകത്തെ രാജാവായിരുന്നു. അവസാനം നൽകിയ അഭിമുഖത്തിലും ശബ്ദം ദുർബലമാണെങ്കിലും ആശയത്തിന്റെ കരുത്ത് അപാരമായിരുന്നു. പലപ്പോഴും ബ്ലഡി ഇന്നസെന്റ് എന്ന് വിളിക്കാവുന്ന സത്യസന്ധതയായിരുന്നു ശ്രീനിവാസൻ വെച്ചു പുലർത്തിയത്. വടക്കുനോക്കിയന്ത്രം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ തനിക്ക് ക്യാമറയെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നുവെന്നും അത് ശരിയാക്കിയത് ക്യാമറമാൻ വേണുവാണെന്നുമൊക്കെ തുറന്നു പറയാൻ വേറെ ആർക്കു പറ്റും. പ്രിയ നടന്, മഹാപ്രതിഭയ്ക്ക് ആദരാഞ്ജലികൾ.